അങ്ങനെ നമ്മുടെ ഫ്ലിപ്കാർട്ട് ഏറ്റവും കൂടുതൽ ഐഫോൺ വിൽക്കാനുള്ള ദിവസം എത്തി. സെപ്റ്റംബർ 23 ചാൻസ്. കാരണം നമ്മുടെ ബിഗ് ബില്യൺ സെയിൽസ് തുടങ്ങാൻ ഒന്നാണ്. അപ്പോ ഏറ്റവും കൂടുതൽ സാധാരണക്കാർ EMI എടുത്ത് ഐഫോൺ വാങ്ങുന്ന ദിവസമാണ്. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ അതിന്റെ ഒപ്പം 2 ഫോൺ കൂടി ചെക്കൗട്ട് ചെയ്യാം. ഒന്നാമത്തെ ഫോണ് ഗാലക്സി S24, രണ്ടാമത്തെ പിക്സൽ 9. അപ്പോ അതിലാദ്യം നമുക്ക് പിക്സൽ 9 പറ്റി പറയാം. 80,000 രൂപയ്ക്ക് ലോഞ്ച് ആയ ഫോണ് ഇപ്പോൾ ഒരു കൊടുക്കുന്നത് 30,000 രൂപയ്ക്കാണ്. നമ്മൾ വലിയ ഗെയിം കളിക്കുന്നില്ല, അല്ലെങ്കിൽ അത്രയും ഹെവി ടാസ്ക് ഒന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഇത് അടിപൊളി ഫോണാണ്. ഇതിന്റെ സോഫ്റ്റ്വെയർ ആയാലും AI ആയാലും അടിപൊളിയാണ്. ക്യാമറ ആയാലും അത്യാവശ്യം അടിപൊളിയാണ്. നമുക്ക് ആപ്പിൾ ലെവലിൽ വെക്കാൻ പറ്റില്ലെങ്കിലും ഇതൊക്കെ നമുക്ക് ഒരു സാധാരണക്കാരന് അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. രണ്ടാമത്തെ ഫോണാണ് നമ്മുടെ S24. നമ്മൾ പേടിക്കേണ്ട എക്സിനോസിന്റെ മറ്റേ ഉള്ള ചിപ്പ് സെറ്റ് അല്ല, ഇത് സ്നാപ്ഡ്രാഗണിന്റെ ചിപ്പ് സെറ്റ് വെച്ചിട്ട് തരുന്നതുകൊണ്ട്. മാത്രമല്ല അതിന്റെ ആയാലും ഇപ്പോ ഒരു സീനായിട്ടുള്ളത് ബാറ്ററി കുറച്ച് കുറവാണ്. ബാറ്ററി 4000 ഉള്ളൂ. അപ്പൊ ഒരു 5-6 മണിക്കൂർ നമുക്ക് നോർമൽ യൂസ് കിട്ടണമെന്ന് പറഞ്ഞത്. അപ്പൊ സാധാ യൂസ് ചെയ്യുന്നവർക്ക് അത് അടിപൊളിയാണ്. പിന്നെ വരുന്നതാണ് നമ്മുടെ ഐഫോൺ. അത് 80,000 രൂപയ്ക്ക് ഇറങ്ങിയിട്ട് ഇപ്പൊ ഒരു കൊടുക്കുന്നത് 52,000 രൂപയ്ക്ക്. അപ്പോ iPhone 16 മാത്രമല്ല, നമ്മുടെ 16 Pro 16 Pro Max ഒക്കെ ഓഫർ ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് 16 Pro ഒരു അടിപൊളി ഡീലാണ്. കാരണം അത് 1,20,000 ഇറങ്ങിയിട്ട് ഇപ്പൊ 70,000 രൂപയ്ക്ക് നമുക്ക് 16 Pro മേടിക്കാൻ കിട്ടും. 128 GB ആണ്, അതൊരു സീൻ ഉണ്ട്. അതെല്ലാം വെച്ച് നോക്കുമ്പോൾ 16 Pro അടിപൊളിയാണ്. അപ്പൊ നിങ്ങൾ ഐഫോൺ മാത്രം നോക്കാൻ സമയത്ത് ഈ പിക്സൽ 9 കൂടി നോക്കി നന്നായിരിക്കും. കാരണം 34,000 രൂപയ്ക്ക് പിക്സൽ 9 കിട്ടുന്ന എനിക്ക് അതൊരു നല്ല ഡീലാണ്. ആ കൂടി അതിന്റെ ചിപ്സെറ്റ് മാത്രമേ പ്രശ്നമുള്ളൂ. അത് അത്ര പ്രശ്നമില്ല. നമ്മൾ അത്ര ഹെവി ആയിട്ട് ഗെയിം കളിക്കുന്നവരാച്ചാൽ അത് അത്ര എടുക്കണമെന്ന് ഞാൻ പറയില്ല. പിന്നെ ഈ ഓഫറുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് 2 കാര്യമുണ്ട്. ഒന്ന് നമ്മുടെ ഒന്നുമില്ലെങ്കിൽ ആക്സിസ് ബാങ്ക് അല്ലെങ്കിൽ SBIയുടെ ക്രെഡിറ്റ് കാർഡ് വേണം. അപ്പോഴാണ് ഈ 5,000 രൂപ സംതിങ് ക്യാഷ് ബാക്ക്. അതൊക്കെ കൂട്ടിയിട്ടാണ് അവർ ഈ പ്രൈസ് കമ്മിങ്സ് ഒന്നും ഇട്ടിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം, എക്സ്ചേഞ്ച് ചെയ്യാൻ ഒരു ഫോൺ വേണ്ടി വരും. അവർ എക്സ്ചേഞ്ചിന്റെ പൈസ കുറച്ചിട്ടാവും ഈ പൈസക്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അത് നമുക്ക് പറയാൻ പറ്റില്ല. കമ്മിങ്സ് ഒന്നും നമുക്ക് ഫ്ലിപ്കാർട്ടിൽ കൂടി കാണിച്ചിട്ടുള്ളൂ.